അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകമാണ് സുഹൃത്തുക്കൾ. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ സംരചനയിലുമെല്ലാം കൂട്ടുകാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണമെന്നർത്ഥം. മഹാനായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രവാചകൻ പറഞ്ഞു, നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം സുഗന്ധ കച്ചവടക്കാരനെ പോലെയാണ്, കസ്തൂരി കച്ചവടക്കാരനെ പോലെ. അവൻ്റെ അടുക്കൽ ചെന്നിരുന്നാൽ നിനക്ക് സൗജന്യമായി അവൻ പുരട്ടിത്തരും, അല്ലെങ്കിൽ നിനക്ക് വില കൊടുത്ത് വാങ്ങാം, അതുമല്ലെങ്കിൽ സുഗന്ധമെങ്കിലും സൗജന്യമായിട്ട് കിട്ടും. എന്നാൽ മോശമായ കൂട്ടുകെട്ടിൻ്റെ ഉദാഹരണം കൊല്ലൻ്റെ ആലയിൽ ചെന്നിരിക്കുന്നത് പോലെയാണ്. കൊല്ലൻ്റെ ആലയിൽ ചെന്നിരുന്നാൽ നിൻ്റെ വസ്ത്രം കരിച്ചു കളയും, അല്ലെങ്കിൽ അവിടെ നിന്ന് പുകയും ദുർഗന്ധവും ഏൽക്കേണ്ടി വരും. ഇതാണ് ചീത്ത കൂട്ടുകെട്ടിൻ്റെ ഉദാഹരണം. നമ്മൾ പറയാറില്ലേ, നല്ല പയ്യനായിരുന്നു, പക്ഷെ കൂട്ടുകെട്ടിൽപ്പെട്ട് തകർന്നു പോയി. വേറെ ചിലരെപ്പറ്റി നമ്മൾ പറയും, വളരെ മോശപ്പെട്ടൊരു പയ്യനായിരുന്നു, അവനെ ഗൾഫിലേക്ക് കയറ്റി അയച്ചു, അവിടെ നല്ല കൂട്ടുകാരെ കിട്ടി, ഇപ്പോൾ നല്ല കുട്ടിയായി, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നല്ല കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നല്ല ശീലങ്ങൾ നമുക്ക് ലഭിക്കും. ചീത്ത കൂട്ടുകാരെയാണെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. കൂട്ടുകാരുടെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ചില കൂട്ടുകാർ നമുക്ക് ഭക്ഷണം പോലെയാണ്. എന്ന് വെച്ചാൽ ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ആ കൂട്ടുകാരില്ലാതെ നമുക്ക് ജീവിക്കാനേ സാധ്യമല്ല. വേറെ ചില കൂട്ടുകാരുണ്ട്, അവർ മരുന്ന് പോലെയാണ്. മരുന്ന് നമ്മളാരും ആഗ്രഹിക്കാറില്ല, നിവൃത്തിയില്ലെങ്കിൽ മരുന്ന് കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ചില കൂട്ടുകാർ ആവശ്യത്തിന് മാത്രമേ, ആവശ്യത്തിൻ്റെ അളവനുസരിച്ച് മാത്രമേ അവരുമായി ബന്ധപ്പെടാൻ കൊള്ളൂ. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. വേറെ ചില കൂട്ടുകാർ രോഗം പോലെയാണ്. അത് നമ്മൾ തീരെ ആഗ്രഹിക്കാറില്ല. രോഗം വന്നാൽ നമ്മുടെ മനസ്സും ശരീരവും കേടാവും, വേദന അനുഭവിക്കേണ്ടി വരും, സാമ്പത്തിക നഷ്ടം വരും. ഇതുപോലെയാണ് ചില കൂട്ടുകാർ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.